ഹലോ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണല്ലോ സ്വന്തമായൊരു വീട്. ഇന്ന് ഞാൻ വീടിനെ കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ വീടിനെ കുറിച്ച് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരിക്കും. നാം എടുക്കുന്ന വീട് ചെറുതാണെങ്കിൽ പോലും അത് ഭംഗിയുള്ളതാക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് പ്ലാനിങ്. പ്ലാനിങ് നമുക്ക് ആര് തയ്യാറാക്കി തന്നാലും നമ്മൾ വീട്ടിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തുന്നത് നമ്മുടെ വീടിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. അതുപോലെ തന്നെ ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ എന്നിവ തമ്മിൽ പരസ്പരം കാണാത്ത രൂപത്തിൽ പ്ലാനിങ് തയ്യാറാക്കുന്നത് നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മറ്റൊന്നാണ് സെലക്ഷന്. ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോഴും അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് സെറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നത് ആദ്യമേ പ്ലാൻ ചെയ്യണം. പൂർണ്ണമായും നമ്മുടെ മനസ്സിന് ബോധിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ സ്ഥലത്തും എന്താണ് വേണ്ടതെന്നും ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടതെന്നും വ്യക്തമായ ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം. വീട് പണിയുന്ന സമയത്ത് തന്നെ കട്ടില്, ടേബിള് എന്നിവയൊക്കെ ഇടാനുള്ള സ്ഥലം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ലൈറ്റിങ്, സ്വിച്ച് ബോർഡ് എന്നിവയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ കിച്ചണിൽ മിക്സി കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് പ്രത്യേകം പവർ സ്വിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നീട് അത് മാറ്റി പണിയേണ്ട ആവശ്യം വരില്ല. വീട്ടിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതും എല്ലാവരും കാണുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിന് എപ്പോഴും ഗ്ലാസ് കൊടുക്കുന്നതായിരിക്കും ഭംഗി. ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടിയതുപോലെ ഫീൽ ചെയ്യും. കുഞ്ഞു വീടാണെങ്കിൽ പോലും ഗ്ലാസിൻ്റെ സ്റ്റെയർ കേസ് വെക്കുന്നത് അത് കൂടുതൽ ഭംഗിയുള്ളതാക്കും. ഇതിനധികം ചിലവൊന്നുമില്ല കേട്ടോ, ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് ചെയ്യുന്നതിനേക്കാൾ ചിലവ് കുറവാണ് ഗ്ലാസിൻ്റെ സ്റ്റെയർ കേസിന്. അതുപോലെ വീട് ഭംഗിയുള്ളതാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കളർ കോമ്പിനേഷൻ. ഒരുപാട് കളേഴ്സ് സെലക്ട് ചെയ്യാതെ 3-4 കളേഴ്സിൽ വീട് പൂർണ്ണമായിട്ട് അലങ്കരിക്കുന്നത് വളരെയധികം ഭംഗി നൽകും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യേകത വീട് കൂടുതൽ വലുതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കുറഞ്ഞ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വീട് കൂടുതൽ വൃത്തിയുള്ളതായിട്ട് നമുക്ക് തോന്നും. വീട് എന്നത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നിർമ്മിക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെയിൻറ്റിങ്. എത്ര വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീടിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും. ഏത് കളർ സെലക്ട് ചെയ്താലും വീടിന് എന്നും ഭംഗി നൽകുന്നത് വൈറ്റ് കളർ തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.